കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LD ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. 2027 പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുമോ എന്നുള്ള സംശയ നേരിടലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം PSC വിവിധ വകുപ്പുകളിലെ LD ക്ലർക്ക് തസ്തികയിൽ നിയമനത്തിനുള്ള വിദ്യാഭ്യാസ യോഗ്യത പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രസ്തുത സാഹചര്യത്തിൽ നിലവിലുള്ള LDC യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. എന്നാൽ പ്രസ്തുത യോഗ്യത പരിഷ്കരിച്ച് +2 യോഗ്യതയാക്കി മാറ്റാനുള്ള നടപടികളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രസ്തുത വാർത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമത്തിലാഴ്ത്തുന്ന ഒന്നാണ്. PSC ഏജ് റിലാക്സേഷൻ നൽകിയപ്പോൾ 2027 LDC പോലുള്ള തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം വരുന്ന അവസരത്തിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പലരും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ LDC യോഗ്യത പരിഷ്കരിക്കാൻ വേണ്ടി ആലോചന നടക്കുന്ന സാഹചര്യത്തിൽ അത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ആശങ്കയിലേക്കാണ് എത്തിച്ചേർക്കുന്നത്. അതുപോലെ തന്നെ വിശേഷാൽ ചട്ടം ഓരോ വകുപ്പിനും പ്രത്യേകമായിട്ടാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആദ്യം ചർച്ച നടത്തുന്നത് ട്രഷറി വകുപ്പിലെ വിശേഷാൽ ചട്ടങ്ങളിലാണ്. കാരണം ധനകാര്യ വകുപ്പ് ട്രഷറി വകുപ്പിന്റെ വിശേഷാൽ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടും യോഗ്യത പരിഷ്കരിക്കാനായിട്ടാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ യോഗ നടപടികളൊക്കെ ഉടൻ തന്നെ ചേരാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിശേഷ ചട്ടങ്ങൾ പരിഷ്കരിച്ചാൽ മാത്രമേ PSCക്ക് ഈ യോഗ്യതകളിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് തന്നെ പരിഷ്കരിക്കുന്നതിന് മുമ്പ് അതിന്റെ കരട് സർവീസ് സംഘടനയുമായിട്ട് ചർച്ച ചെയ്യണമെന്നാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് കടക്കത്തില്ല. അതിന്റെ തീരുമാനങ്ങളൊക്കെ അതിന്റെ ഭാഗത്തെ അതിന്റെ കാര്യ നടപടികളൊക്കെ ആയിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും പോലും LDC യോഗ്യതയിലുള്ള വ്യത്യാസങ്ങൾ വരുത്താനുള്ള സാധ്യത ഏറെയാണ്. കേരളത്തില് ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് ഈ LDC എന്ന് പറയുന്നത്. നിലവില് 10ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യതയെങ്കിലും നേരത്തെ LDCക്ക് പരീക്ഷ 2 ഘട്ടങ്ങളിലാക്കി നടത്തിയിരുന്നു. പിന്നീട് അത് തീരുമാനം പുനഃപരിശോധിച്ച് കഴിഞ്ഞ വർഷം നടന്ന LDC പരീക്ഷയ്ക്ക് പ്രിലിമിനറി ഇല്ലാതെ ഒറ്റഘട്ടമായിട്ടാണ് നടത്തിയത്. 2027 LDCയുടെ പരീക്ഷയുടെ പുതിയ വിജ്ഞാപനങ്ങളൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. ഈ വർഷം അവസാനം അടുത്ത വർഷം ആദ്യമൊക്കെ പുതിയ LDC വിജ്ഞാപനങ്ങൾ വരാനിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന്റെ അടിസ്ഥാന യോഗ്യത മാറ്റി നിശ്ചയിക്കുമെന്നാണ് സൂചനയിൽ നിന്നും ഈ പത്രമാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. എന്താണ്? അസിസ്റ്റന്റ് പ്രൊഫഷണൽ ഓഫീസർ തസ്തികയിലുള്ള അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത +2 ആയിട്ട് ഉയർത്തിയിരുന്നു. എന്നാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, ബേവ്കോ LDC എന്നീ പരീക്ഷകളുടെ യോഗ്യത 10ാം ക്ലാസ് ആണ്. അപ്പോൾ ഇങ്ങനെ ചില തസ്തികകളിൽ +2 യോഗ്യതയായിട്ട് ഉയർത്തുന്ന ഒരു സാഹചര്യം നിലവിൽ കണ്ടിരുന്നു. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, പലരും അപേക്ഷിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ LDCയുടെ യോഗ്യതയിലും മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. മാറ്റങ്ങൾ വരുന്ന അവസരത്തിൽ 10ാം ക്ലാസ് യോഗ്യതയോടുകൂടി LDC എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം +2 ലെവലിലുള്ള LDC എഴുതുന്ന അവസരം വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പരീക്ഷയിലൊക്കെ തന്നെ ഒത്തിരിയധികം മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ നിലവാരം നല്ല രീതിയിൽ ഉയരാനുള്ള സാധ്യതയാണ്. അപ്പോൾ പരീക്ഷ കുറച്ചുകൂടി കഠിനമാകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരിയേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ കുറച്ചുകൂടി കടുപ്പത്തിലാവുന്ന പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി PSC പരീക്ഷകൾ കുറെ കൂടി കടുപ്പത്തിലാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള 2027 LDC വിജ്ഞാപനം വരുന്ന അവസരത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങളോടുകൂടിയായിരിക്കും വിജ്ഞാപനങ്ങൾ വരിക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.